ഒഴുകുന്ന ജലത്തിന്റെ അളവനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ് തെക്കേ അമേരിക്കയിലെ ആമസോൺ. ഏകദേശം 6400 കിലോമീറ്റർ, അതായത് 4000 മൈലോളം നീളമുണ്ട് ആമസോണിന്. അതായത് കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ദൂരം വെറും ഏകദേശം 3214 കിലോമീറ്ററാണ്. അതായത് ഇന്ത്യയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്കുള്ള ദൂരത്തിന്റെ ഇരട്ടിയിലധികം നീളമുള്ള ഒരു ഭീമൻ നദിയാണ് ആമസോൺ. കൂടാതെ ഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ നദികളിലൊന്നും കൂടിയാണിത്. പെറു, കൊളംബിയ, പിന്നെ ലോകപ്രശസ്തമായ ബ്രസീൽ എന്നിങ്ങനെ 6 തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലൂടെ ഒഴുകിയാണ് ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചെന്നുചേരുന്നത്. ഓരോ സെക്കൻഡിലും ഏകദേശം 2,09,000 ക്യൂബിക് മീറ്റർ ശുദ്ധജലമാണ് ഈ നദി കടലിലേക്ക് തള്ളുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ലോകത്തിലെ എല്ലാ നദികളിൽ നിന്നും സമുദ്രങ്ങളിലേക്കെത്തുന്ന ആകെ ശുദ്ധജലത്തിന്റെ ഏകദേശം 20% ഈ ഒരു നദിയിൽ നിന്നാണ്. എന്നിട്ടും 4000 മൈലിലധികം നീളമുള്ള ഈ നദിയുടെ പ്രധാന ഭാഗത്ത് ഒരൊറ്റ പാലം പോലും പണിതിട്ടില്ല. ഇതിന്റെ തീരങ്ങളിൽ നഗരങ്ങളുണ്ട്, ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അവർ ഓരോ ദിവസവും മീൻ പിടിക്കാനും യാത്ര ചെയ്യാനുമൊക്കെ ഈ നദിയെയാണ് ആശ്രയിക്കുന്നത്. ഫെറികളും ബോട്ടുകളും എപ്പോഴും ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുമുണ്ട്. പക്ഷേ ഒരു പാലമെന്നു പറയാൻ ഒന്നുപോലുമില്ല. അതെന്തുകൊണ്ടാണ് ആമസോൺ നദിയിൽ ഒരു പാലം പോലും പണിയാൻ ലോകരാജ്യങ്ങളോ സർക്കാരുകളോ ധൈര്യപ്പെടാത്തത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഒരു പാലം പണിയാൻ എഞ്ചിനീയർമാർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് ആമസോൺ നദിയിലെ വെള്ളത്തിന്റെ അളവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതായത് ആമസോൺ നദിയിലേക്കും അതിൻ്റെ കൈവഴികളിലേക്കും വെള്ളമെത്തുന്ന ആകെ പ്രദേശം, അതായത് ആമസോൺ ബേസിൻ, ഏകദേശം 70 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വരും. അതേകദേശം ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തിന്റെ അത്രയും വലിപ്പമുണ്ടാകും. വേനൽക്കാലത്ത് നദിയുടെ ഏറ്റവും വീതിയുള്ള ഭാഗം പോലും 3 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ ആയിരിക്കും. ഒരു പാലം പണിയാൻ ഇത് തന്നെ വലിയൊരു ദൂരമാണ്. പക്ഷേ കാര്യങ്ങളിവിടെ തീരുന്നില്ല. വർഷം മുഴുവൻ ആമസോൺ ഒരേ വലിപ്പത്തിലല്ല ഒഴുകുന്നത്. ഇതിന് പ്രധാനമായും 2 സീസണുകളുണ്ട്, വേനൽക്കാലവും മഴക്കാലവും. ജൂൺ മുതൽ നവംബർ വരെയുള്ള വേനൽക്കാലത്ത് നദി ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാണ്. എന്നാൽ ഡിസംബർ മുതൽ മെയ് വരെയുള്ള മഴക്കാലത്ത് സ്ഥിതി പൂർണ്ണമായും മാറും. ചില സ്ഥലങ്ങളിൽ നദിയുടെ വീതി 40 കിലോമീറ്റർ വരെയായി കൂടും. അതായത് വേനൽക്കാലത്ത് വെറും 5 കിലോമീറ്റർ വീതിയുണ്ടായിരുന്ന സ്ഥലം ഏതാനും ആഴ്ചകൾ കൊണ്ട് 30 കിലോമീറ്ററിലധികം വീതിയുള്ള ഒരു ഉൾക്കടലായി മാറും. മഴക്കാലത്ത് നദിയിലെ ജലനിരപ്പ് 9 മീറ്റർ, അതായത് ഏകദേശം 30 അടി വരെ ഉയരും. ഈ ഒരവസ്ഥ കാരണം എഞ്ചിനീയർമാരുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായാണ് ആമസോണിനെ വിശേഷിപ്പിക്കുന്നത്. സാധാരണ പാലങ്ങൾ പണിയുന്നത് പോലെ ഒരേ അളവിൽ ഇവിടെ പാലം പണിയാൻ കഴിയില്ല. വേനൽക്കാലത്തെ ചെറിയ ചാനലിലും മഴക്കാലത്തെ കടൽ പോലുള്ള അവസ്ഥയിലും ഒരുപോലെ സുരക്ഷിതമായി നിൽക്കുന്ന ഒരു പാലം രൂപകൽപ്പന ചെയ്യുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഓരോ വർഷവും ഈ അവസ്ഥ മാറിക്കൊണ്ടിരിക്കും. ആമസോണിലൂടെ ഓരോ സെക്കൻഡിലും ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് ഏകദേശം 2,15,000 മുതൽ 2,30,000 ക്യൂബിക് മീറ്റർ വരെയാണ്. വെള്ളപ്പൊക്ക സമയത്ത് ഇത് 3 ലക്ഷം വരെയാകും. ലോകത്തിലെ മറ്റൊരു നദിയും ഇതിനടുത്തെങ്ങും എത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ മറ്റ്7 നദികൾ ഒന്നിച്ചു ചേർത്താൽ പോലും ആമസോണിനൊപ്പം എത്തില്ല. ഇത്രയും വലിയ ജലപ്രവാഹത്തിന്റെ സമ്മർദ്ദം പതിറ്റാണ്ടുകളോളം താങ്ങാൻ കഴിയുന്ന തൂണുകൾ നിർമ്മിക്കുക എന്നത് എഞ്ചിനീയർമാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വലിയൊരു വെല്ലുവിളിയാണ്. കൂടാതെ ഒരു പാലം പണിയുമ്പോൾ എഞ്ചിനീയർമാർ ആദ്യം നോക്കുന്നത് വെള്ളത്തിനടിയിലെ മണ്ണിന്റെ സ്വഭാവമാണ്. പാലത്തിന്റെ അടിത്തറ എത്രത്തോളം ബലമുള്ളതാണോ അത്രത്തോളം സുരക്ഷിതമായിരിക്കും പാലവും. ആമസോണിന്റെ കാര്യത്തിൽ നദിക്കടിയിലെ മണ്ണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒട്ടും അനുയോജ്യമല്ല. സ്വിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദഗ്ധനായ വോൾട്ടർ കോഫ്മാൻ പറയുന്നത്, ആമസോണിലെ ചതുപ്പ് നിറഞ്ഞ നിലം കാരണം വളരെ നീളമേറിയ വയഡക്റ്റുകൾ നിർമ്മിക്കേണ്ടിവരും. നദിയുടെ ഇരുവശവും ചതുപ്പായതുകൊണ്ട് ഒരു പാലം പണിയണമെങ്കിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഇത്തരം അനുബന്ധ പാലങ്ങൾ കൂടി വേണ്ടിവരും. കൂടാതെ ആമസോൺ നദി അതിന്റെ പാത എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. നദീതീരത്തെ മണ്ണ് എളുപ്പത്തിൽ ഒലിച്ചു പോകുന്നതായതുകൊണ്ട് മഴക്കാലത്ത് നദി പുതിയ വഴികൾ ഉണ്ടാക്കി ഒഴുകാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ പാലം ഉറപ്പിക്കാൻ സ്ഥിരമായ ഒരിടം കണ്ടെത്തുക എന്നത് ബുദ്ധിമുട്ടാണ്. പലയിടങ്ങളിലും നദിക്ക് 20 മുതൽ 50 മീറ്ററും ചിലയിടങ്ങളിൽ 100 മീറ്ററും വരെ ആഴമുണ്ട്. ഇത്രയും ആഴവും വേഗത്തിൽ ഒഴുകുന്ന നദിയിൽ പാലം പണിയുന്നത് ലോകത്തിലെ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് പോലും വലിയൊരു വെല്ലുവിളിയാണ്. എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ചാൽ പോലും
ആമസോണിന് കുറുകെ പാലം പണിയാത്തതിന് മറ്റൊരു കാരണമുണ്ട്. അതാണ് നദിയുടെ ഇരുവശങ്ങളിലും ബന്ധിപ്പിക്കാൻ ആവശ്യമായ റോഡുകളില്ല എന്നുള്ളത്. രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണെന്നോ നമ്മൾ പാലം പണിയുന്നത്. എന്നാൽ ആമസോൺ ഒഴുകുന്നത് അധികം ജനവാസമില്ലാത്ത നിബിഡ വരങ്ങളിലൂടെയാണ്. റോഡുകളോ വലിയ നഗരങ്ങളോ ഒന്നുമില്ലാത്ത സ്ഥലത്ത് കോടികൾ ചെലവാക്കി പാലം പണിയുന്നതിൽ അർത്ഥമില്ല. ലോകത്തിലെ മറ്റു വലിയ നദികളായ യാങ്സിയിലും ഡാന്യൂബിലുമൊക്കെ നൂറുകണക്കിന് പാലങ്ങളുണ്ട്. കാരണം അവയുടെ ഇരുവശത്തും വലിയ നഗരങ്ങളും ഫാക്ടറികളുമൊക്കെയുണ്ട്. ആമസോൺ വനപ്രദേശത്ത് ജനങ്ങൾ വളരെ കുറവാണ്. ആകെ കുറച്ച് നഗരങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. നദിയുടെ ഭൂരിഭാഗവും ഒഴുകുന്നത് കാടിനുള്ളിലൂടെയാണ്. അവിടെ റോഡുകളില്ലാത്തതുകൊണ്ട് തന്നെ ഒരു പാലം പണിയേണ്ട ആവശ്യം നിലവിലില്ല. ആളുകളില്ലാത്തിടത്ത് പാലം പണിയാൻ ആരും തയ്യാറാവില്ലല്ലോ. കഴിഞ്ഞില്ല. കഥയ്ക്ക് അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു വശം കൂടിയുണ്ട്. അതാണ് പരിസ്ഥിതി. ആമസോണിനെക്കുറിച്ച് പഠിക്കുന്ന പല ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രവർത്തകരും അവിടെ പാലമില്ലാത്തതിൽ വലിയ ആശ്വാസത്തിലാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ വനമാണ് ആമസോൺ. 9 തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലായി ഏകദേശം 60 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിലാണ് ഇത് പരന്നുകിടക്കുന്നത്. ലോകത്തിലെ ജീവവർഗങ്ങളുടെ ഒരു വലിയ കലവറയാണിത്. ഏകദേശം 30 ലക്ഷം ഇനം മൃഗങ്ങളും 2500 തരം മരങ്ങളും ഇവിടെയുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭൂമിയിലെ ആകെ ജീവജാലങ്ങളുടെ 2/3 ഭാഗവും ഇവിടെയാണ്. ആമസോൺ നദിയിൽ മാത്രം 3000-ലധികം ഇനം മത്സ്യങ്ങളുണ്ട്. ലോകത്തിലെ മറ്റൊരു നദിയിലുമില്ലാത്ത അത്രയും വലിയൊരു ജൈവസമ്പത്താണിത്. എന്നാൽ മനുഷ്യന്റെ ഇടപെടലുകൾ കാരണം ഈ സമ്പത്തിന്ന് വലിയ അപകടത്തിലാണ്. കാട് നശിപ്പിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭീഷണി. ഒരു പഠനം പറയുന്നത് ആമസോൺ കാടുകൾ നശിക്കുന്നതിൻ്റെ 95% റോഡുകളുടെ 5.5 കിലോമീറ്റർ ചുറ്റളവിലാണെന്നാണ്. റോഡുകളെന്ന് പറഞ്ഞാൽ കാടിനെ നശിപ്പിക്കാൻ വരുന്ന വഴികളാണെന്ന് തന്നെ പറയാം. ഒരു റോഡ് വന്നാൽ അതിൻ്റെ കൂടെ മരം വെട്ടുകാരും ഖനനം നടത്തുന്നവരും ഭൂമി കയ്യേറുന്നവരുമൊക്കെ കാടിനുള്ളിലേക്ക് എളുപ്പത്തിലെത്തും. 1970കളിൽ പണിത ട്രാൻസ് ആമസോണിയൻ ഹൈവേ ഇതിനു വലിയൊരു ഉദാഹരണമാണ്. ആമസോണിന് കുറുകെ ഒരു പാലം പണിയുക എന്ന് വെച്ചാൽ വെറും ഒരു പാലം മാത്രമല്ല, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും വലിയ റോഡ് ശൃംഖലകൾ വരുന്നു എന്നാണ് അർത്ഥം. ഇതുവരെ ആർക്കും എത്താൻ പറ്റാത്ത കാടിൻ്റെ ഉൾഭാഗങ്ങൾ ഈ റോഡുകൾ വഴി തുറക്കപ്പെടും. 2021 ഒരു റിപ്പോർട്ട് പ്രകാരം 10,000-ലധികം ജീവവർഗങ്ങൾ ഇവിടെ വംശനാശ ഭീഷണിയിലാണ്. പുതിയൊരു പാലവും റോഡും വന്നാൽ ഈ നാശത്തിൻ്റെ വേഗത കൂടും. ആമസോണിലെ 4.7 കോടി ജനങ്ങളും 500-ലധികം ഗോത്രവർഗങ്ങളും ഇന്ന് ജീവിക്കുന്നത് ഈ കാടിൻ്റെ ഒറ്റപ്പെട്ട അവസ്ഥ നൽകുന്ന സംരക്ഷണം കൊണ്ടാണ്. പാലങ്ങൾ വന്നാൽ ആ സംരക്ഷണമില്ലാതാവും. ആമസോണിനെക്കുറിച്ച് പഠിക്കുന്ന ഫിലിപ്പ് ഫിയേൺസൈഡ് പറയുന്നത് പുതിയ നിർമ്മാണങ്ങൾ ഇതുവരെ നശിക്കാത്ത കാടിൻ്റെ ഭാഗങ്ങളെ കൂടി അപകടത്തിലാക്കുമെന്നാണ്. സാമ്പത്തികമായി നോക്കിയാലും പാലം കൊണ്ടുള്ള ഗുണത്തേക്കാൾ വലിയ ദോഷമായിരിക്കും പരിസ്ഥിതിക്കുണ്ടാവുക. ആമസോൺ കാടുകൾ ലോകത്തിൻ്റെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നവയാണ്. അതിനെ സംരക്ഷിക്കുക എന്നത് ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ്. കൂടാതെ ആമസോണിലെ നിർമ്മാണങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ താമസിക്കുന്ന മനുഷ്യരെ നമുക്ക് മറക്കാൻ കഴിയില്ല. ആമസോൺ ഒരു വിജനമായ കാടല്ല. കഴിഞ്ഞ 12,000 വർഷങ്ങളായി ഗോത്രവർഗക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് കാടിനെക്കുറിച്ച് വലിയ അറിവുണ്ട്. ഇന്ന് 500-ലധികം വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ഗോത്രവർഗക്കാർ അവിടെയുണ്ട്. അവരുടേതായ ഭാഷകളും സംസ്കാരവും ജീവിത രീതിയും ആർക്കും പകരമാവാത്തതാണ്. മുൻപ് നടന്ന പല വലിയ റോഡ് നിർമ്മാണങ്ങളും ഇവിടുത്തെ ഗോത്രവർഗക്കാർക്ക് വലിയ ദുരന്തമാണ് സമ്മാനിച്ചത്. 1970കളിൽ ഹൈവേ വന്നപ്പോൾ പുറം ലോകവുമായുള്ള ബന്ധം കാരണം അവർക്ക് മുൻപരിചയമില്ലാത്ത അസുഖങ്ങൾ പടരുകയും അവരുടെ സ്ഥലം നഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പുതിയ റോഡുകൾക്കും പാലങ്ങൾക്കുമെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒരു പാലം പണിയണമെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന റോഡുകൾ ഇവിടുത്തെ ഗോത്രവർഗക്കാരുടെ സ്ഥലങ്ങളിലൂടെ വേണം പോകാൻ. ആയിരക്കണക്കിന് തൊഴിലാളികളും വലിയ മെഷീനുകളും അവിടെ വരുന്നത് അവരുടെ സമാധാനം നശിപ്പിക്കും. പാലം വന്നു കഴിഞ്ഞാൽ മരം വെട്ടുകാരും ഖനി മുതലാളിമാരും ഇവരുടെ ഭൂമി കയ്യേറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പാലം പണിയണ്ട എന്ന് തീരുമാനിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യരെ സംരക്ഷിക്കുന്നത് കൂടിയാണ്. പാലമില്ലാത്തത് അവർക്കൊരു വലിയ സുരക്ഷാ കവചമാണ്. നമുക്കിനി പണത്തിൻ്റെ കാര്യമൊന്ന് നോക്കാം. കാരണം ഏതൊരു വലിയ നിർമ്മാണവും നടക്കണമെങ്കിൽ അവസാനം വന്നു നിൽക്കുന്നത് ഈ കാശിൻ്റെ കാര്യത്തിലാണ്. ആമസോണിന് കുറുകെ ഒരു പാലം പണിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നഗരങ്ങളിൽ കാണുന്ന പാലം പണിയുന്നത് പോലെയല്ല. അത് ലോകത്തെ മറ്റൊരു നിർമ്മാണത്തോടും താരതമ്യം ചെയ്യാൻ പറ്റാത്തത്രയും വലിയൊരു ചെലവ് വരുന്ന കാര്യമാണ്.
ഇതെത്രത്തോളം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആമസോൺ മേഖലയിലുള്ള ആ ഒരൊറ്റ പാലത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. പോൺടെ റിയോ നീഗ്രോ എന്നാണ് ഇതിൻ്റെ പേര്. മനാസ് ഇരാണ്ടുബ പാലം എന്നും പറയും. 2011 ഇത് പണിതീർത്തത്. ഈ പാലം പണിതിരിക്കുന്നത് പ്രധാന ആമസോൺ നദിക്ക് കുറുകെയല്ല, മറിച്ച് അതിൻ്റെ ഒരു വലിയ കൈവഴിയായ റിയോ നീഗ്രോയ്ക്ക് കുറുകെയാണ്. ഏകദേശം 3.5 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇത് മനാസ് എന്ന വലിയ നഗരത്തെ ഇരാണ്ടുബ എന്ന ചെറിയ പട്ടണവുമായി ബന്ധിപ്പിക്കുന്നു. എഞ്ചിനീയറിംഗ് അത്ഭുതമായ ഈ പാലം പണിയാൻ മാത്രം ചെലവായത് $570 ദശലക്ഷം ആണ്. ആലോചിച്ചു നോക്കൂ, പ്രധാന നദിയല്ലാത്ത ഒരു കൈവഴിക്ക് കുറുകെ 3.5 കിലോമീറ്റർ പാലം പണിയാൻ തന്നെ ഇത്രയും തുക വേണമെങ്കിൽ അതിലും എത്രയോ മടങ്ങ് വീതിയുള്ള ആമസോൺ നദിക്ക് കുറുകെ പണിയാൻ എന്ത് ചെലവ് വരും? നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്ത സ്ഥിതിക്ക് ഒരു കാര്യം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. പിന്നെ എങ്ങനെയാണ് ആളുകൾ ഈ നദി കടക്കുന്നത്? ഇതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. ആമസോൺ നദി തന്നെയാണ് അവിടുത്തെ പ്രധാന ഹൈവേ. റോഡുകളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന രാജ്യങ്ങളിലുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമായിരിക്കും. പക്ഷേ ആമസോൺ നദീതടത്തിൽ വെള്ളമാണ് പ്രധാന ഗതാഗത ശൃംഖല. പണ്ടും അങ്ങനെയായിരുന്നു. ഇന്നും ആളുകളെയും സാധനങ്ങളെയും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം ഈ നദി തന്നെയാണ്. നദിയുടെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് വലിയ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും അരികിൽ ഫെറി സർവീസുകൾ ധാരാളമായിട്ടുണ്ട്. 5-6 യാത്രക്കാർക്ക് കയറാവുന്ന ചെറിയ മരബോട്ടുകൾ മുതൽ വലിയ ട്രക്കുകളും കാറുകളും സാധനങ്ങളും കയറ്റാൻ പറ്റുന്ന ഭീമൻ ഫെറികൾ വരെ അവിടെയുണ്ട്. ആമസോണിലെ ഏറ്റവും വലിയ നഗരമായ മനാസിൽ 20 ലക്ഷത്തിലധികം ആളുകളുണ്ട്. അവിടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഫെറികൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പാലങ്ങളില്ലാത്തതുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു താൽക്കാലിക സംവിധാനമല്ല ഇത്, മറിച്ച് ആമസോണിയൻ സമൂഹത്തിൻ്റെ ജീവിതശൈലിയുടെ തന്നെ ഭാഗമാണ് ഈ യാത്രകൾ. ദൂരയാത്രകൾക്കാണെങ്കിൽ വലിയ ബോട്ടുകളും ചരക്ക് കപ്പലുകളും ആമസോണിലും അതിൻ്റെ കൈവഴികളിലും കൃത്യസമയത്ത് സർവീസ് നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന്, അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അരികിലുള്ള ബെലം എന്ന നഗരത്തിൽ നിന്ന് ഏകദേശം 3600 കിലോമീറ്റർ അകലെയുള്ള പെറുവിലെ ഇക്വിറ്റോസ് വരെ നിങ്ങൾക്ക് വെള്ളത്തിലൂടെ മാത്രം യാത്ര ചെയ്യാം. കടലിലോടുന്ന വലിയ കപ്പലുകൾക്ക് വരെ മനാസ് നഗരം വരെ എത്താൻ സാധിക്കും. കാരണം ആമസോൺ നദിക്ക് അത്രയേറെ ആഴമുണ്ട്. അതുകൊണ്ടാണ് മനാസിന് ലോകപ്രശസ്തമായ ഒരു തുറമുഖവും ഉണ്ടായതും. അതുപോലെ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർക്കും കർഷകർക്കും ഗ്രാമവാസികൾക്കും ചെറിയ വള്ളങ്ങളും ബോട്ടുകളുമാണ് നമ്മുടെ കാറുകൾ പോലെ. സ്കൂളിൽ പോകാനും മാർക്കറ്റിൽ പോകാനും ഹോസ്പിറ്റലിൽ പോകാനുമൊക്കെ അവർ ഈ വള്ളങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ആമസോണിൽ നദി ഒരു തടസ്സമല്ല, മറിച്ച് അത് അവരുടെ റോഡാണ്. ഈ ഒരു സംസ്കാരമുള്ളതുകൊണ്ടാണ് പാലങ്ങളില്ലാത്തത് അവർക്ക് വലിയൊരു പ്രതിസന്ധിയായി തോന്നാത്തതും. ഇനി ഭാവിയിലേക്ക് നോക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചോദ്യം ഇതാണ്: ആമസോണിന് കുറുകെ എപ്പോഴെങ്കിലും ഒരു പാലം വരുമോ? സത്യസന്ധമായി പറഞ്ഞാൽ അത് വരാൻ സാധ്യതയുണ്ട്, പക്ഷേ ഉറപ്പില്ല. ആമസോണിനെ സ്നേഹിക്കുന്ന പലരും വിശ്വസിക്കുന്നത് അവിടെ ഒരു പാലം വരാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ്. ഭാവിയിൽ ആമസോൺ വനപ്രദേശങ്ങളിൽ വലിയ തോതിൽ ധാതുക്കളോ ഖനികളോ കണ്ടെത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൃഷി വ്യാപിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പാലത്തിനു വേണ്ടിയുള്ള ആവശ്യം ശക്തമായേക്കാം. അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം കാരണം നദിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നാൽ അത് പാലം പണിയുന്നതിനെ എളുപ്പമാക്കിയേക്കാം, അല്ലെങ്കിൽ കൂടുതൽ പ്രയാസമാക്കിയേക്കാം. മറുവശത്ത് ആമസോൺ കാടുകൾ ഇന്ന് ലോകത്തിൻ്റെ തന്നെ സ്വത്തായിട്ടാണ് കാണുന്നത്. അത് സംരക്ഷിക്കപ്പെടണം എന്ന് ഇന്ന് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട്. ആമസോൺ കാടുകൾ നശിക്കുന്നത് ആഗോള കാലാവസ്ഥയെ തന്നെ തകിടം മറിക്കുമെന്ന് 2021 റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കാടിനെ നശിപ്പിക്കാൻ കാരണമായേക്കാവുന്ന പാലങ്ങളും റോഡുകളും പണിയുന്നത് ന്യായീകരിക്കാൻ സർക്കാരുകൾക്ക് പ്രയാസമായിരിക്കും. ഇപ്പോൾ ആമസോൺ അതിൻ്റെ പഴയ പ്രതാപത്തിൽ തന്നെ ഒഴുകുകയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളം വഹിക്കുന്ന, ഏറ്റവും കൂടുതൽ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന ആ നദി മനുഷ്യൻ്റെ നിർമ്മാണങ്ങൾക്ക് പിടികൊടുക്കാതെ ഇന്നും വന്യമായി തുടരുന്നു. ഫെറികൾ ഇന്നും അവിടെ ഓടുന്നുണ്ട്, ബോട്ടുകൾ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. നദി അതിൻ്റെ വഴിയിൽ ശാന്തമായും കരുത്തോടും കൂടി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഏതായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.